أعوذ بالله من الشيطان الرجيم. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونصيرا. وقال الذين كفروا لولا نزل عليه القرآن جملة واحدة كذلك لنثبت به فؤادك ورتلناه ترتيلا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫുർഖാനിലെ 29 വരെയുള്ള ആയത്തുകളെ സംബന്ധിച്ചുള്ള വിവരണങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. ഇന്ന് 30ാമത്തെ ആയത്താണ് നമുക്ക് വിശദീകരിക്കുവാനുള്ളത്. ആ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പായി കഴിഞ്ഞ നമ്മുടെ ആയത്തിൽ വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂല, ശൈത്താൻ മനുഷ്യനെ കൈവടിയുന്നവനാണ് എന്ന ഒരു ഭാഗം കഴിഞ്ഞ ആയത്തിന്റെ അവസാനത്തിൽ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയവരാണ്. അത് സംബന്ധമായി ചില കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമാണെന്ന് തോന്നുന്നതുകൊണ്ടാണ് ചില വസ്തുതകൾ കൂടി അത് സംബന്ധമായി നമുക്ക് പറയാനുണ്ട്. അതായത്, നമ്മൾ എല്ലാവരും വളരെ ജാഗ്രത കൈക്കൊള്ളേണ്ടുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൂതനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള യഥാർത്ഥമായ ആശയാദർശങ്ങളിൽ നിന്ന് മറ്റുള്ള പലരുടെയും തൃപ്തിയും പ്രീതിയും ഇഷ്ടവും നേടിയെടുക്കുവാൻ വേണ്ടി മതത്തിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്ന ആ ഒരു കാര്യം വളരെ ഗൗരവതരമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി. ഇത്തരത്തിൽ അള്ളാഹുവിന്റെ നിയമങ്ങളെക്കാൾ, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പനകളെക്കാൾ, അധ്യാപനങ്ങളെക്കാൾ മറ്റു പലരുടെയും ഇഷ്ടങ്ങൾക്ക് നാം പ്രാധാന്യം കൽപ്പിക്കുവാൻ വാസ്തവത്തിൽ എന്താണ് കാരണം? ശൈത്താൻ നമ്മുടെ മനസ്സിൽ ചില ദുർബോധനങ്ങൾ അതിശക്തമായി കുത്തിവെക്കുന്നത് കൊണ്ട് തന്നെയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടത്തെക്കാളും അപ്പുറം ഈ ലോകത്ത് നമുക്ക് പലരുടെയും ഇഷ്ടങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് തുടങ്ങി പല രൂപത്തിലുള്ള പ്രലോഭനങ്ങളും അതല്ലെങ്കിൽ വ്യാമോഹങ്ങളുമൊക്കെ ജനമനസ്സുകളിൽ കുത്തിവെക്കുന്ന ദുർബോധനം നടത്തുന്നത് ശൈത്താനാണ്. എന്നാൽ ഈ ശൈത്താൻ അവസാന സമയം വെച്ച് കൈയൊഴിയും എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കിയത്. നമ്മെ തെറ്റിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുവാൻ ആവശ്യമായ എന്തെല്ലാം പ്രലോഭനങ്ങളുണ്ടോ, ഏതെല്ലാം വശീകരണ വിദ്യകളുണ്ടോ, അതെല്ലാം ശൈത്താൻ നിർബാധം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. നമ്മെ തെറ്റിലെത്തിക്കലാണ് അവന്റെ ഏറ്റവും വലിയ ഡ്യൂട്ടി. നമ്മെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞ് നരകീയമായ പാതയിലേക്ക് തള്ളിവിടലാണ് അവന്റെ ഏറ്റവും പരമപ്രധാനമായ ഡ്യൂട്ടി. അതവൻ കൃത്യമായി നിർവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല, അതോടുകൂടി അവന്റെ പ്രവർത്തനം അവസാനിക്കും. ആളുകൾ പഴച്ചു എന്ന് കണ്ടാൽ പിന്നെ അവൻ മറ്റീരയെ തേടിപ്പോകും. ഈ ആളുകളിൽ നിന്നെല്ലാം അവൻ ഒഴിവാകും. ഒരു ഘട്ടത്തിലും അവൻ ആരുടെ കാര്യവും വക്കാലത്ത് ഏറ്റെടുക്കുകയില്ല. അതാണ് പരിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നത്. വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂല,
ശൈത്താൻ മനുഷ്യനെ കൈവടിയുന്നവനും കൈയൊഴിയുന്നവനും തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മെ ഈ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന ശൈത്താൻ ഒരിടത്തും നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല. മറിച്ച് എപ്പോഴും അവൻ നമുക്കെതിരെ ഉണ്ടാവുകയുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഈ ലോകത്ത് വെച്ച് തന്നെ ശൈത്താൻ പലരെയും പലതിനു വേണ്ടിയും പ്രേരിപ്പിച്ച് അവസാന സമയത്ത് എനിക്ക് അല്ലാഹനെ പേടിയാണെന്ന് പറഞ്ഞ് തടിയൂരിയ കൈയൊഴിഞ്ഞ സംഭവം പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മളത് ഓർക്കണം. ബദർ യുദ്ധമാണ് സാഹചര്യം. ബദർ യുദ്ധത്തിലേക്ക് ആവേശം കൂട്ടിയത് ശൈത്താനായിരുന്നു. ബദർ യുദ്ധത്തിന് പുറപ്പെടുവാനും ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും മുസ്ലിമീങ്ങളെയും നശിപ്പിക്കുവാനുമുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നൽകിയത് ശൈത്താനായിരുന്നു. ആ ശൈത്താൻ യുദ്ധരംഗം സജീവമായപ്പോൾ, യുദ്ധത്തിൽ മലക്കുകളുടെ ആഗമനം കണ്ടപ്പോൾ അവൻ വല്ലാതെ പേടിച്ചു വിറച്ചു എന്ന് മാത്രമല്ല, അതുവരെ ആർക്കൊക്കെ അവൻ പ്രോത്സാഹനം നൽകി ആവേശം പകർന്നുകൊണ്ട് കൂടെ നിന്നിരുന്നുവോ അവരെ കൈവടിഞ്ഞുകൊണ്ട് എനിക്ക് അല്ലാഹനെ പേടിയാണ്, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രംഗം വിട്ടോടിയ സംഭവം പരിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. മലക്കുകളെ അവൻ കാണുമ്പോ ആ അവസരത്തിൽ യുദ്ധരണാങ്കണത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ട വിവരം പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ അൻഫാലിൽ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ വിശദീകരിക്കുന്ന ആ പശ്ചാത്തലത്തിൽ സൂറത്തുൽ അൻഫാലിലെ 48-ാമത്തെ ആയത്തിൽ നമുക്കിങ്ങനെ കാണാം: وَإِذْ زَيَّنَ لَهُمُ الشَّيْطَانُ أَعْمَالَهُمْ وَقَالَ لَا غَالِبَ لَكُمُ الْيَوْمَ مِنَ النَّاسِ وَإِنِّي جَارٌ لَكُمْ فَلَمَّا تَرَاءَتِ الْفِئَتَانِ نَكَصَ عَلَى عَقِبَيْهِ إِنِّي بَرِيءٌ مِّنكُمْ إِنِّي أَرَى مَا لَا تَرَوْنَ إِنِّي أَخَافُ اللَّهَ വല്ലാഹു ശദീദുൽ ഇഖാബ്. ശൈത്താൻ അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് ഭംഗിയാക്കി തോന്നിപ്പിച്ചു ബദർ യുദ്ധത്തിന്റെ അവസരത്തിൽ. എന്നിട്ട് ബദർ യുദ്ധത്തിൽ മുശ്രിക്കുകളുടെ പിന്നാലെ കൂടിയ ആ ശൈത്താൻ എന്തു പറയാണ്? അവരോട് പറഞ്ഞു, ആവേശം കൂട്ടിയവർക്ക്, ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് നിങ്ങളെ അതിജയിക്കുന്ന, നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയാവുന്ന ഒരാളും ജനങ്ങളിലില്ല, അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ എന്നിങ്ങനെ പറഞ്ഞ് ആവേശം കൂട്ടിയാണ് അബൂജഹലിനെയും അനുയായികളെയും ഒക്കെ ശൈത്താൻ രംഗത്തിറക്കിയത്. എന്നിട്ട് എന്തേ ഉണ്ടായത്? അവൻ പറയും ചെയ്തു, ഇന്നി ജാറുൽ ലക്കും, നിങ്ങൾക്ക് എന്ത് വന്നാലും നിങ്ങളുടെ ഒരു സംരക്ഷകനായി, ഒരു നല്ല നൈബറായി, അയൽവാസിയായി ഞാനുണ്ടാകും, നിങ്ങളുടെ കൂടെ തോളോട് തോളുരുമ്മിയിട്ട് ഞാനുണ്ടാകും എന്ന് പറഞ്ഞ് ആവേശം കൂട്ടി രണാങ്കണത്തിൽ എത്തിച്ചു ശൈത്താൻ. എന്നിട്ടോ ഫലമ്മാ തറാഅത്തിൽ ഫിഅതാനി, രണ്ട് സംഘവും മുഖാമുഖം ഏറ്റുമുട്ടുന്ന കണ്ടുമുട്ടുന്ന ഘട്ടമെത്തിയപ്പോൾ മുസ്ലിം സൈന്യവും മുശ്രിക്കുകളുടെ സൈന്യവും പരസ്പരം കണ്ടുമുട്ടുന്ന വേളയിൽ നകസ അലാ അഖിബൈഹി, അവൻ വന്ന കാലിൽ പിന്തിരിഞ്ഞോടി. ശൈത്താന് നിക്കക്കള്ളി ഉണ്ടായില്ല, അവന് നിക്കക്കള്ളി ഉണ്ടായില്ല. അവൻ പറയുകയും ചെയ്തു, ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്, ഞാനും നിങ്ങളുമായി ഇനി ഒരു ബന്ധവുമില്ല. കണ്ടോ, ഇതുവരെ പ്രോത്സാഹിപ്പിച്ച ശൈത്താനാണ്. നമ്മൾ ഗുണപാഠം പഠിക്കണം. എന്നിട്ടവൻ പറയാണ്, ഇന്നി അറാ മാ ലാ തറൗന, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. കേട്ടോ, മലക്കുകളുടെ രംഗപ്രവേശം അവന് മനസ്സിലായി. ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു. ആരാ പറയുന്നത്? ശൈത്താൻ. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു എന്നും പറഞ്ഞ് ശൈത്താൻ രംഗം വിട്ടൊഴിഞ്ഞ ഒരു കാര്യം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിലാണതെങ്കിലും പ്രിയമുള്ളവരെ, ഇത് കേൾക്കുന്ന പറയുന്ന ഞാനും നിങ്ങളും എല്ലാവരും ഗ്രഹിച്ചിരിക്കേണ്ടുന്ന ഒരു പാഠമുണ്ട് ഇതിൽ. നമ്മെ തിന്മയുടെ മാർഗത്തിലേക്ക് പ്രലോഭിപ്പിച്ച്
പല കാര്യങ്ങളും നീ അത് ചെയ്യേണ്ടത് തന്നെയാണ്. ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ നീ അതിൽ നിന്നൊക്കെ മാറി നിന്നാൽ നീ പഴഞ്ചനാകും. അതുകൊണ്ട് മുന്തിരിച്ചാറ് പോലുള്ള ഈ ഒരു ഭൗതികമായ ജീവിതത്തിൽ കിട്ടാവുന്നത്ര സുഖിച്ച് രമിച്ച് ആസ്വദിച്ചങ്ങ് അടിച്ചു പൊളിച്ച് ജീവിച്ചോ. എല്ലാം നീയാണ് വാസ്തവത്തിൽ ബുദ്ധിയുള്ളവൻ. അതല്ലാതെ മതപരമായ കാര്യങ്ങളും മതത്തിന്റെ ചട്ടക്കൂടുകളിലൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ആളുകളൊക്കെ ലോകം തിരിയാത്ത അന്തംകമ്മികളാണ്, മന്ദബുദ്ധികളാണ്, നീയാണ് വലിയ ബുദ്ധിജീവി എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹനം കൊടുക്കുന്ന ശൈത്താൻ. ആ ശൈത്താനാണ് മനുഷ്യനെ കൊണ്ട് എല്ലാ തെമ്മാടിത്തങ്ങളും ചെയ്യിപ്പിക്കുന്നത്. ശൈത്താനാണ് റബ്ബിനെ നിഷേധിക്കാൻ അവന് നൽകുന്നത്. ഇനി റബ്ബിൽ വിശ്വസിക്കുന്നവരോട് തന്നെയും ആ റബ്ബിൽ പങ്കുചേർത്ത് മറ്റുള്ളവർക്കും ആരാധനകൾ പകുത്തുകൊടുക്കുവാനും മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുവാനും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇതേ ചെകുത്താൻ തന്നെയാണ്. ഈ ശൈത്താനാണ് വ്യഭിചാരത്തിന് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവനാണ് ലഹരിക്കടിമയാക്കാൻ ശ്രമിക്കുന്നത്. ഇവനാണ് മോഷണത്തിനും അഴിമതികൾക്കും അരാജകത്വങ്ങൾക്കും അധർമ്മങ്ങൾക്കും വേണ്ടി പ്രേരണകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒക്കെ സുന്ദര മോഹന വാഗ്ദാനങ്ങൾ ഉള്ളിൽ ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിൽ ചെലുത്തിക്കൊണ്ടാണ് ശൈത്താൻ കൂടെ തന്നെ ഉണ്ടല്ലോ വഴിപഴപ്പിക്കാൻ വേണ്ടി. അപ്പോഴൊക്കെ മനുഷ്യന് തോന്നില്ല ഞാൻ തെറ്റിയിട്ടുണ്ട് എന്ന്. കാരണം എന്താ? ശൈത്താൻ അവന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഇങ്ങനെ വലിയ പ്രോത്സാഹനം കൊടുക്കുകയാണ്. എന്നാൽ ഈ ശൈത്താൻ നമ്മൾ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ അവൻ കൂടെ ഉണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ശൈത്താൻ കൈയൊഴിയും. ഭൗതിക ലോകത്ത് തന്നെ രണാങ്കണത്തിലേക്ക് ആളുകളെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവന്നവൻ യുദ്ധത്തിൽ മലക്കുകളെ കണ്ട് സമര രംഗത്ത് സമരം മത പ്രതികൂലമാണ് എന്ന് കണ്ടപ്പോ അവൻ പേടിച്ചോടി എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് ഈ ലോകത്തുണ്ടായ ഒരു സംഭവമായിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നുവെങ്കിൽ സഹോദരങ്ങളെ, നമ്മെ നരകത്തിലെത്തിക്കാൻ കരാറെടുത്തിട്ടുള്ളവനാണ് ശൈത്താൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ശൈത്താനെ കുറിച്ച് അള്ളാഹു നമ്മോട് നൽകിയ മുന്നറിയിപ്പ് എന്താണ്? ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ. ശൈത്താൻ നിങ്ങളുടെ കഠിന ശത്രുവാണ്. ജനങ്ങളെ, നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണണം. കാരണം അവൻ അവന്റെ പാർട്ടിയെ അവനും അവന്റെ പാർട്ടിക്കാരും നിങ്ങളെ ക്ഷണിച്ച് നയിച്ചു കൊണ്ടുപോകുന്നത് കത്തിയാളുന്ന നരകത്തിയിലേക്കാണ്. ആ നരകാഗ്നിയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ഇതും നമ്മൾ മനസ്സിലാക്കണം. സൂറത്ത് ഇബ്രാഹീമിലെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു വളരെ കൃത്യമായി പറയുന്നുണ്ട്. എന്ത്? അവന്റെ അനുയായികളും അവനുമൊക്കെ നരകത്തിൽ വന്ന് വീണിരിക്കുകയാണ് പരലോകത്ത്. ശൈത്താനും ആ ശൈത്താൻ പഴപ്പിച്ച ജനലക്ഷങ്ങളും ജനകോടികളും നരകത്തിലുണ്ട്. ആ അവസരത്തിൽ ശൈത്താൻ അവിടെ വെച്ച് കൈയൊഴിയുന്ന മറ്റൊരു രംഗം ഖുർആൻ പറയുന്നുണ്ട്. അവൻ അവിടെ ഒരു പ്രസംഗം നടത്തുമെന്നാണ്. ആരോട്? അവൻ വഴിപിഴപ്പിച്ച് കൊണ്ടുവന്ന അവന്റെ വാക്കുകൾ കേട്ട് അവന്റെ സുന്ദര മോഹന പ്രലോഭനങ്ങൾക്ക് വിധേയരായി അള്ളാഹുവിന്റെ ശരിയായ മാർഗത്തിൽ നിന്ന് തെറ്റി കത്തിയാളുന്ന നരകത്തിയിൽ വന്ന് വീണിരിക്കുകയാണ് അവനും അവന്റെ കൂട്ടാളികളുമൊക്കെ. എന്നിട്ട് അവനെ അനുസരിച്ച് നരകത്തിലെത്തിയവരോട് ശൈത്താൻ പറയുന്ന ഈ ഒരു രംഗം, പ്രിയമുള്ളവരെ, നമ്മൾ മറന്നുപോകരുത്. എന്താണ് അള്ളാഹു പറയുന്നത്? وقال الشيطان لما قضي الأمر إن الله وعدكم وعد الحق ووعدتكم فأخلفتكم وما كان لي عليكم من سلطان إلا أن دعوتكم فاستجبتم لي فلا تلوموني ولوموا أنفسكم ما أنا بمصرخكم وما أنتم بمصرخي إني كفرت بما أشركتمون من قبل إن الظالمين لهم عذاب أليم. സുബ്ഹാനല്ലാഹ്. വല്ലാത്ത നമ്മളേറെ ചിന്തിക്കേണ്ടുന്നൊരു വചനമാണ്. അള്ളാഹു പറയാണ്, സ്വർഗത്തിൽ പോകേണ്ടവരൊക്കെ സ്വർഗത്തിൽ പോയിട്ടുണ്ട്, നരകത്തിൽ വീഴേണ്ടവരൊക്കെ നരകത്തിൽ വീണിട്ടുണ്ട്. അങ്ങനെ നരകത്തിൽ വീണ തന്റെ അണികളോട് ശൈത്താൻ അവിടെ വെച്ച് നടത്തുന്നൊരു പ്രസംഗം എന്താ അവൻ പറയാറിയോ? ഖാല ശൈത്താൻ, അല്ലാഹു പറയാണ്, ശൈത്താൻ പറയുന്നതാണ്, ലമ്മാ ഖുദിയൽ അംറു, കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ട നേരത്ത്, അഥവാ സ്വർഗത്തിലേക്ക് സ്വർഗവാസികൾ പോയി, നരകത്തിലേക്ക് നരകവാസികളും വന്ന് വീണുപോയി.
ആ ഘട്ടത്തിൽ ശൈത്താൻ അവരോട് പറയാണ്, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖി, തീർച്ചയായും അല്ലാഹു നിങ്ങളോട് സത്യമായ കരാർ എടുത്തിരുന്നു. അല്ല നിങ്ങളോട് പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. ശൈത്താനാ പറയുന്നത്, അല്ല നിങ്ങളോട് പറഞ്ഞ പ്രമാണങ്ങളൊക്കെ സത്യമായിരുന്നു. അതുകൊണ്ട് അവൻ നിങ്ങളോട് പറഞ്ഞ എല്ലാ കരാറുകളും അവൻ പാലിച്ചിട്ടുണ്ട്. വവഅദ്തുക്കും, ഞാനും നിങ്ങളോട് ചില കരാറുകൾ പറഞ്ഞിരുന്നു. പക്ഷേ ഫഅഖ്ലഫ്തുക്കും, ഞാനത് ലംഘിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കരാറും പാലിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, അതെനിക്ക് സാധിച്ചിട്ടുമില്ല. മാത്രമല്ല വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, അവൻ തോളൊഴിയുന്ന രംഗം കണ്ടോ? അവൻ പറയാണ്, ഞാൻ നിങ്ങളോട് എടുത്ത കരാർ ഞാൻ പാലിച്ചില്ല എന്നതുകൊണ്ട് നിങ്ങൾ ആരും ഈ നരകത്തിൽ വെച്ച് നീയല്ലേ ഞങ്ങളെ പിഴപ്പിച്ചതെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് അവകാശമില്ല. എന്തേ കാരണമെന്നല്ലേ ശൈത്താൻ അവരോട് പറയാണ്, വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളുടെ മേൽ ഒരു അധികാരവും ഇല്ലായിരുന്നു. എനിക്ക് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവുമില്ലായിരുന്നു. എന്തല്ലാതെ ഇല്ലാ അൻ ദഅഉതുക്കും, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു എന്നുള്ളത് സത്യമാണ്. ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, ഞാൻ നിങ്ങളെ വിളിച്ചു എന്നുള്ളത് നേരാണ്. അതുകൊണ്ട് ഫസ്തജബ്തും ലീ, എന്റെ വിളിയങ്ങ് കേട്ടപ്പോഴേക്ക് നിങ്ങൾ എനിക്ക് ഉത്തരം ചെയ്തു. അത് നിങ്ങളെ തെറ്റാണ് കേട്ടോ. ശൈത്താൻ പറയുന്നത്, ഞാൻ നിങ്ങളെ വിളിച്ചപ്പോഴേക്ക് ആ മാർഗത്തിലേക്ക് വരാൻ ആരാ നിങ്ങളോട് പറഞ്ഞത്? അല്ലാതെ ഞാൻ നിങ്ങളുടെ മേലൊരു അധികാരമുള്ളവനായിരുന്നില്ല. ഞാൻ നിങ്ങളെ വിളിച്ചു, അത് ശരിയാണ്. പക്ഷെ നിങ്ങളോട് ആരോ ഉത്തരം ചെയ്യാൻ പറഞ്ഞത്? അതാണ് നിങ്ങൾ ചെയ്ത തെറ്റ്. നിങ്ങൾ എനിക്ക് ഉത്തരം ചെയ്തു. അതുകൊണ്ട് ഇനി നിങ്ങൾ ഫലാ തലൂമൂനി, നിങ്ങൾ എന്നെ ആക്ഷേപിച്ച് സംസാരിക്കരുത്. വലൂമൂ അൻഫുസക്കും, നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി. ഞാനല്ല കുറ്റക്കാരൻ, നിങ്ങളാണ് കുറ്റക്കാർ. കാരണം ഞാൻ ക്ഷണിച്ചിട്ടേയുള്ളൂ. വേറെ നിർബന്ധിച്ച് നിങ്ങളെ എങ്ങോട്ടും കൊണ്ടുപോകാനുള്ള അധികാരമോ പവറോ ഒന്നും എനിക്കില്ലായിരുന്നു. ഞാൻ നിങ്ങളെ വിളിച്ചിട്ടല്ലേയുള്ളൂ. അപ്പോഴേക്ക് നിങ്ങളാണ് ചാടിപ്പുറപ്പെട്ട് എന്നെ അനുസരിച്ച് തിന്മയുടെ ലോകത്തേക്ക് വന്നത്. അതുകൊണ്ട് എന്നെ കുറ്റപ്പെടുത്തല്ലേ, നിങ്ങളെ തന്നെ നിങ്ങൾ ആക്ഷേപിച്ചോളൂ. മാ അന ബിമുസ്രിഖിക്കും, എനിക്ക് നിങ്ങളെ ഒരു തരിമ്പും ഇന്ന് സഹായിക്കാനാവില്ല. വമാ അൻതും ബിമുസ്രിഖിയ, നിങ്ങൾക്ക് എന്നെയും ഒട്ടും സഹായിക്കാൻ കഴിയില്ല. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, ദുന്യാവിൽ വെച്ച് നിങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ എന്നെ അല്ലാഹുവിൽ പങ്കുചേർത്തത് ഞാനിതാ തള്ളിക്കളയുന്നു. ഞാൻ പറഞ്ഞു കേട്ടിട്ട് ഒരുപാട് ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നിങ്ങളോട് ഉത്ബോധകന്മാർ വന്നു പറഞ്ഞിരുന്നു, അള്ളാഹനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, മറ്റൊന്നിനെയും അവരിൽ പങ്കുചേർക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതല്ല, ഇങ്ങനെ ഇവരൊക്കെ പങ്കുചേർത്താലാണ് നിങ്ങൾക്ക് വലിയ രക്ഷ കിട്ടുക, നിങ്ങൾക്ക് സുഖം കിട്ടുക, ആരോഗ്യം കിട്ടുക, നിങ്ങളുടെ കാര്യസാധ്യത്തിന് അതൊക്കെയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ പറഞ്ഞ് പ്രേരിപ്പിച്ച് നിങ്ങൾ ശിർക്കൊക്കെ ചെയ്തു എൻ്റെ വാക്ക് കേട്ടിട്ട്. അതിൽ നിന്നൊക്കെ ഞാനിതാ ഇപ്പോൾ ഒഴിവാണ്. അതൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. അവൻ തോളൊഴിയുകയാണ്. ഇന്നല്ലാലിമീന ലഹും അദാബുൻ അലീം, നിശ്ചയമായും അക്രമികളായ ജനത, ലഹും അദാബുൻ അലീം, അവർക്ക് നോവേറിയ ശിക്ഷയുണ്ട്, വേദനയേറിയ ശിക്ഷയുണ്ട്. കണ്ടോ, അപ്പൊ ശൈത്താന്റെ പ്രസംഗാണിത്. ശൈത്താൻ നരകത്തീ കൊണ്ടുണ്ടാക്കിയ ഒരു പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് അവന്റെ അണികളോട് പറയുന്ന, അവന്റെ നിരപരാധിത്വം തെളിയിക്കുന്ന, അവന്റേതായ കാര്യത്തിൽ നിന്ന് അവൻ തോളൊഴിയുന്ന ഒരു രംഗമാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങളെ, നരകത്തിലെത്തിക്കുവോളമാണ് അവന്റെ എല്ലാ സുന്ദര മോഹന വാഗ്ദാനങ്ങളും. നരകത്തിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ അവൻ നമ്മളെയാ കുറ്റപ്പെടുത്തുക, ഞാൻ വിളിച്ചിട്ട് എന്തിനാ നിങ്ങൾ വന്നത്? ചിന്തിക്കൂ സഹോദരങ്ങളെ, ഇതിലൊക്കെ നമുക്കൊരുപാട് പാഠങ്ങളില്ലേ?
എന്തിനാണ് മരണാനന്തരം മരിച്ചതിന്റെ ശേഷം ജനകോടികളുടെയൊക്കെ വിചാരണ കഴിഞ്ഞ് നരകത്തിയിലെത്തിയിട്ട് നടക്കാൻ പോകുന്ന കാര്യം തന്നെ നമ്മളോട്, ജീവിച്ചിരിക്കുന്ന നമ്മളോട് അള്ളാഹു എന്തിനാ ഖുർആനിൽ ഇത് പറയുന്നത്? നമുക്ക് ആലോചിച്ചുകൂടെ പ്രിയമുള്ളവരെ? റഹ്മാനായ റബ്ബിന് നമ്മോടുള്ള കാരുണ്യമാണത്. ഇവിടെ നിന്നേ പറഞ്ഞു തരാണ്. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ശൈത്താൻ അടക്കം പരലോകത്ത് നരകത്തിയിൽ വെച്ച് നിങ്ങളിൽ നിന്നവൻ ഒഴിഞ്ഞു മാറും. അത്ര വലിയ വഞ്ചകനാണ് അവനെട്ടോ, സൂക്ഷിച്ചോളൂ, അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കരുതേ എന്ന ശക്തമായ മുന്നറിയിപ്പാണ് റഹ്മാനായ റബ്ബ് ഇതിലൂടെ നമുക്ക് ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് നൽകിയിട്ടുള്ളത്. അതാണല്ല പറയുന്നത്, എന്ത്? ശൈത്താൻ കൈയൊഴിയും. മനുഷ്യനോട് കാഫിറാകാളെ എല്ലാ വർത്താനവും പറയും. വിശുദ്ധ ഖുർആൻ മറ്റൊരു കാര്യം പറയുന്നിടത്ത് സൂറത്തുൽ ഹശ്റിലെ 16-ാമത്തെ ആയത്തിലും പറയുന്നുണ്ട്, കമസലി ശൈത്താൻ ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ ഫലമ്മാ കഫറ ഖാല ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ فكان عاقبتهما أنهما في النار خالدين فيها وذلك جزاء الظالمين. എന്താ പറയുന്നറിയോ? മുനാഫിക്കീങ്ങളെ വിശ്വസിച്ച യഹൂദികളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളല്ലാതെ മുനാഫിക്കുകളെ വിശ്വസിക്കൂ യഹൂദികളെ. എന്താ കാരണം? ശൈത്താനെ പോലെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. ശൈത്താൻ മനുഷ്യന്റെ പിന്നാലെ നടന്നിട്ട് എന്തു പറയും? കാഫിറൈക്കോ, അള്ളാഹുവിൽ അവിശ്വസിച്ചോ, അള്ളയൊന്നുമില്ല, അല്ലെങ്കിൽ അള്ള ഉണ്ടെങ്കിൽ തന്നെയും അള്ളാഹിന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ വേറുള്ളവരൊക്കെ വേണം, അവിടെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിച്ചോ. ഇങ്ങനെ എല്ലാ തോന്നിവാസങ്ങൾക്കും പ്രേരിപ്പിക്കും ശൈത്താൻ. അങ്ങനെ മനുഷ്യൻ അവിശ്വാസിയായി കഴിഞ്ഞാലോ ശൈത്താൻ തോളൊഴിയും. അവൻ പറയും, ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ ഒഴിവാണ്, എനിക്ക് അള്ളാഹിനെ പേടിയാണ്, എനിക്ക് റബ്ബുൽ ആലമീനെ പേടിയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. എന്താ അതുകൊണ്ട് കാര്യം? രണ്ടു കൂട്ടരും അനന്തരഫലം എന്താ ഉണ്ടാവുക? ഈ പഴപ്പിച്ച ശൈത്താനും പഴപ്പിക്കപ്പെട്ട ആളുകളും അനുയായികളും ഒക്കെ അന്നഹുമാ ഫിന്നാരി ഖാലിദൈനി ഫീഹാ, രണ്ടു കൂട്ടരും നരകത്തിയിൽ ശാശ്വതരായിരിക്കും. വദാലിക ജസാഉൽ ളാലിമീൻ, അക്രമികളായ ആളുകൾക്കുള്ള പ്രതിഫലം അങ്ങനെയത്രേ ലഭിക്കപ്പെടുക. നമ്മോടുള്ള മുന്നറിയിപ്പാണ്. ഗൗരവത്തോടുകൂടെ ആലോചിക്കൂ സഹോദരങ്ങളെ. ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് കഴിഞ്ഞ നമ്മുടെ ആയത്തിൽ അള്ളാഹു പറഞ്ഞ ആ ഭാഗം നമ്മളൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ്. വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂല, ശൈത്താൻ മനുഷ്യനെ കൈയൊഴിയുന്നവൻ തന്നെയാണ് എന്ന് പറഞ്ഞില്ലേ? അവിടെ നമ്മൾ കഴിഞ്ഞ ആയത്തിൽ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും നിയമങ്ങളൊക്കെ അറിഞ്ഞിട്ടും മറ്റുള്ള ആളുകളുടെ പ്രീതിക്ക് വേണ്ടി, അഥവാ മാതാപിതാക്കളുടെയോ ഭാര്യ ഭർത്താക്കന്മാരുടെയോ അയൽക്കാരുടെയോ ബന്ധുമിത്രാദികളുടെയോ നാട്ടുകാരുടെയോ വീട്ടുകാരുടെയോ ഒക്കെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കൈയൊഴിക്കാൻ വേണ്ടി ശൈത്താൻ നമ്മോട് പ്രേരിപ്പിക്കും. അങ്ങനെ പ്രേരിപ്പിച്ചിട്ട് പരലോകത്തെത്തിയാൽ നമ്മൾ വിരല് കടിച്ച് വിലപിക്കും, അട്ടഹസിക്കും, കരയും എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞാൻ അള്ളാന്റെ റസൂലിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, ഞാൻ ഇയാളെ അനുസരിക്കാതിരുന്നെങ്കിൽ എന്നൊക്കെ കരയും വിലപിക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ ആ വിലാപ പ്രകടനം കേട്ട് അവിടെ അലിവ് തോന്നാൻ അവിടെ ആരുമില്ല. അത് പരലോകമാണ്, തിരിച്ചു വരവിന് ചാൻസ് ഇല്ലാത്തൊരു ലോകമാണ്. ശൈത്താനടക്കം അവിടെ കൈയൊഴിയുന്ന ലോകമാണ്. ആർക്കും അവിടെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഇത് ശക്തമായി നമ്മുടെ മനസ്സിൽ വേണം. ഇത് നമ്മൾ മനസ്സിൽ കൊണ്ട് നടന്നാൽ പ്രിയമുള്ളവരെ, ചെകുത്താൻ നമ്മെ വഞ്ചിക്കാൻ അധികമൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ശൈത്താൻ അള്ളാഹിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്ത്? നിന്നെ ശരിക്ക് വിശ്വസിക്കുന്ന ആളുകളെ വല്ലാതെ പിടികൂടാൻ എനിക്ക് പറ്റൂല. അത് ശൈത്താൻ അറിയാം. എന്ത്? നിന്റെ ഇഖ്ലാസുള്ള അടിമകളെ ഒഴികെ അവരെ എനിക്ക് അങ്ങനെ പഴപ്പിക്കാൻ പറ്റൂല എന്ന് ശൈത്താൻ തന്നെ അള്ളാഹിനോട് പറയുന്ന രംഗം പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് സഹോദരങ്ങളെ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്? നമ്മുടെ കൂടെ തന്നെ നമ്മെ നശിപ്പിക്കാനും പഴപ്പിക്കുവാനും കരാറെടുത്ത് കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള നമ്മുടെ വർഗശത്രുവാണ് ശൈത്താൻ. ആ ശൈത്താന്റെ പ്രലോഭനങ്ങളിൽ പെടാതെ, അവന്റെ ദുർബോധനങ്ങൾക്ക് വശംവദരാകാതെ നമ്മൾ ഗൗരവത്തോടുകൂടെ തന്നെ ജീവിക്കണം. എന്തെങ്കിലും പൈശാചികമായ രൂപത്തിലുള്ള വസുവാസുകളും ചിന്തകളും വരുമ്പോൾ ഉടനെ അള്ളാഹുവിനോട് പൈശാചികതയിൽ നിന്ന് കാവൽ ചോദിക്കണമെന്നാണ്
പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫഇമ്മാ യൻസഗന്നക മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ്. ഏതെങ്കിലും നിലക്ക് പൈശാചികമായ ബാധകൾ, ദുർബോധനങ്ങളോ ആ നിലക്കുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ നിനക്കുണ്ടാകുമ്പോൾ നീ അല്ലാഹുവിൽ അഭയം ചോദിക്കണേ. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ശൈത്താൻ തന്നെ അല്ല എന്ന് പറയുന്നവരോട് ശൈത്താന് പണിയൊന്നുമില്ല. കാരണം അവിടെ ശൈത്താന്റെ പണി എളുപ്പം വിജയിക്കും. അതേവസരത്തിൽ നമ്മൾ ശൈത്താൻ ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുന്നവരാണ്, വർഗശത്രുവാണെന്നും നമ്മെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവനാണെന്നും വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെ ആ വർഗശത്രുവിനെ സൂക്ഷിക്കണം, അവന്റെ ചതിയിൽ പെടാതെ നോക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ എന്നോടും എൻ്റെ പ്രിയ ശ്രോതാക്കളോടും ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇനി സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് പാരായണം ചെയ്ത് കേൾപ്പിച്ച 30-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കാം. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. وقال الرسول, റസൂല് പറഞ്ഞു. എന്താ റസൂല് പറഞ്ഞത്? റസൂല് പറഞ്ഞു, അള്ളാന്റെ അടുക്കല് റസൂല് പോയി കേസ് കൊടുക്കുകയാണ്. എന്താണ് കേസ് കൊടുക്കുന്നത്? യാ റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എന്താ റസൂല് പറയുന്നത്? റസൂൽ എന്താ പറഞ്ഞത്? യാ റബ്ബി, എന്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി, എന്റെ ജനത. ഖൗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജനത. എന്റെ ജനത ഇത്തഖദൂ, അവർ ആക്കിയിരിക്കുന്നു. ഇത്തഖദൂ, സ്വീകരിച്ചിരിക്കുന്നു, അവർ ആക്കിയിരിക്കുന്നു. എന്തിനെ? ഹാദൽ ഖുർആന, ഈ ഖുർആനിനെ എന്റെ ജനത ആക്കിയിരിക്കുന്നു. മഹ്ജൂറ, അവർ അതിനെ പുറംതള്ളിയിരിക്കുകയാണ്, പുറംതള്ളപ്പെട്ടതാക്കിയിരിക്കുകയാണ് അവർ ഈ ഖുർആനിനെ. സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ് ഈ കാര്യം. അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനോട് കൊടുത്ത കേസാണിത്. റബ്ബിന്റെ മുമ്പിൽ കൊടുത്ത പരാതിയാണിത്. പരലോകത്തും ഈ പരാതി ആളുകൾ വിരൽ കടിച്ച് അവിടെ വിലപിക്കുമ്പോ അവിടെ വെച്ചും അള്ളാഹുവിന്റെ റസൂൽ ഇത് പറയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്താണ് അള്ളാഹുവിന്റെ റസൂല് അള്ളാഹിനോട് പറഞ്ഞ പരാതി? യാ റബ്ബി, എന്റെ റബ്ബേ, എന്റെ രക്ഷിതാവേ, അള്ളാഹുവിനോട് പറയുന്നു, ഇന്ന ഖൗമി, എന്റെ ജനത, ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, അവർ ഈ ഖുർആനിനെ തള്ളിക്കളഞ്ഞവരാണ്. ഈ ഖുർആനിനെ അവരാക്കി എങ്ങനെ? മഹ്ജൂറാ, വർജിക്കപ്പെട്ടതാക്കി, തള്ളപ്പെട്ടതാക്കി. മഹ്ജൂർ എന്ന് പറഞ്ഞാൽ മത്രൂക്ക്, ഹജറ, വെടിഞ്ഞു, ഉപേക്ഷിച്ചിട്ടു എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ മഹ്ജൂർ എന്ന് പറഞ്ഞാൽ അവര് തള്ളിക്കളഞ്ഞു, പുറന്തള്ളി. അപ്പൊ ഈ ഖുർആനിനെ അവരെങ്ങനെയാക്കിയത്? പുറന്തള്ളപ്പെട്ട നിലക്കാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ ആ നാട്ടിലുണ്ടായിരുന്ന, മക്കയിലുണ്ടായിരുന്ന ജനങ്ങൾക്ക് നബിതങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ പാരായണം മക്കയിലുണ്ടായിരുന്ന കാഫിറുകളൊക്കെ കേട്ടിരുന്നു. അത് അവരെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അവരുടെ മനസ്സുകളിൽ അത് വലിയ സ്വാധീനമുണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ കേൾക്കാതിരിക്കാൻ വേണ്ടി അവർ ജനങ്ങളോട് പറഞ്ഞിരുന്നു. എന്താ അവർ ജനങ്ങളോട് പറഞ്ഞിരുന്നത്? ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേട്ടുപോകരുത് ജനങ്ങളെ. വൽഗൗ ഫീഹി, നിങ്ങൾ അവിടെ പോയിട്ട് ഒച്ചണ്ടാക്കിക്കൊള്ളണം, അവിടെ ലഗ്വ് ഉണ്ടാക്കണം, അപശബ്ദങ്ങൾ ഉണ്ടാക്കണം. എന്തിന്? വൽഗൗ ഫീഹി, അവിടെ പോയിട്ട് കൂക്ക് വിളിക്കാനും ശബ്ദം ഉയർത്താനും ഒക്കെ. ലഅല്ലക്കും തഗ്ലിബൂൻ, നിങ്ങൾ വിജയികളായേക്കാൻ. ഈ ഖുർആനിന്റെ ആശയത്തോട് തോൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല. അപ്പൊ അവര് അന്ന് കണ്ടുപിടിച്ച സൂത്രം എന്താണ്? ഖുർആൻ ഓതുന്നിടത്ത് പോയിട്ട് ഒന്നുകിൽ ജനങ്ങളെ കേൾപ്പിക്കാതാക്കുക, ജനങ്ങൾ കേൾക്കാൻ വന്ന് കൂടിയിട്ടുണ്ടോ എന്നാ അവിടെ കലവിലെ ശബ്ദം ഉണ്ടാക്കുക, കൂക്കുക, ഒച്ച ഉണ്ടാക്കുക, എന്നാ പിന്നെ ആൾക്കാർ ഇത് കേൾക്കൂലല്ലോ. അങ്ങനെ കൂക്കി തോൽപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ കഴിയില്ലെന്ന് അന്നത്തെ കാലഘട്ടത്തിലെ ആ ജനങ്ങൾക്ക് വരെ അത് ബോധ്യായിരുന്നു. ഇന്നുമില്ലേ അത്തരക്കാർ? ഇന്നുമുണ്ടല്ലോ സത്യം പറയുന്ന ആൾക്കാരുടെ സത്യത്തെ കേൾക്കരുത് എന്ന് പറയും.
കേൾക്കാനേ പോകാൻ പാടില്ല. ഇനി അഥവാ കേൾക്കുകയാണെങ്കിൽ പോയിട്ട് സ്റ്റേജ് കയ്യാറാനോ അതല്ലെങ്കിൽ അവിടെ കൂക്ക് വിളിക്കാനോ അലങ്കോലപ്പെടുത്താനോ ഒക്കെ പറയുന്ന പുരോഹിത വർഗത്തെ നമുക്ക് ഏത് കാലഘട്ടത്തിലും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പരാതി പറഞ്ഞത് എന്താണ്? ഒന്നവര് കേൾക്കരുതേ എന്ന് പറഞ്ഞു. കേൾക്കരുതേ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഖുർആനിനെ അവഗണിക്കലാണല്ലോ. അതേപോലെ തന്നെ അവിടെ ശബ്ദം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാലോ അതും ഖുർആനിനെ അവഗണിക്കലാണ്. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു അവഗണന എന്തായിരുന്നു? അറേബ്യൻ ജനതയുടെ അവർ ഈ ഖുർആൻ കേട്ടിട്ട് പറഞ്ഞു ഇതൊക്കെ സിഹ്റാണ്, ഇതൊക്കെ കേവലം ഒരു മജീഷ്യന്റെ വാക്കുകളാണ്, ജാലവിദ്യക്കാരൻ എവിടുന്നൊക്കെയോ എന്തൊക്കെയോ കേട്ട് പിച്ചും പേയും പറയാണ്, എന്തൊക്കെയോ അവിടുന്ന് ഇവിടുന്നൊക്കെ യാത്രകൾക്കിടയിലൊക്കെ കേട്ട് പഠിച്ചത് നുള്ളിപ്പെറുക്കി പറയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ആ രൂപത്തിലൊക്കെയുള്ള വർത്തമാനങ്ങൾ. അതുപോലെ തന്നെ ആ വിശുദ്ധ ഖുർആൻ അവർ കേൾക്കാൻ തയ്യാറായില്ല, പഠിക്കാൻ തയ്യാറായില്ല, ആശയമനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറായില്ല. അതൊക്കെ ഖുർആനിനെ അവഗണിക്കലാണ്. ഇതൊക്കെ അവിശ്വാസികളായ ആളുകളിൽ അന്നുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേസ് കൊടുത്തത്. എന്റെ ജനത ഈ ഖുർആനിനെ മഹ്ജൂറാക്കി എന്ന് പറഞ്ഞാൽ പുറംതള്ളപ്പെട്ട നിലക്കാണ് അവർ കണ്ടത്. ഇതിനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇത് മുസ്ലിമീങ്ങൾക്കും ബാധകമാണ്. ഇത് മുസ്ലിമീങ്ങൾക്കും ബാധകമാണ്. പ്രിയമുള്ളവരെ, മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞ ഗൗരവത്തോടുകൂടെയുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ അനുയായികളാണ് നമ്മളെന്ന് പറഞ്ഞു നടക്കുന്ന നമ്മൾ ഇന്ന് ആ ഗ്രന്ഥത്തോട് എങ്ങനെയാണ് സമീപിക്കുന്നത്? അള്ളാന്റെ റസൂല് കൊടുത്ത കേസിൽ നമ്മൾ പ്രതികളാകുമോ? ഗൗരവത്തോടെ ആലോചിക്കണം ഞാനും നിങ്ങളും. അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ റസൂല് ബോധിപ്പിച്ച ആവലാതിപ്പെട്ട ഈ കേസിൽ ഞാനും നിങ്ങളും പ്രതികളാകുമോ? എങ്ങനെയാണ് ആലോചിക്കേണ്ടത്? കേട്ടോളൂ. പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? അള്ളാന്റെ റസൂൽ എന്താ കേസ് കൊടുക്കുന്നത്? എന്റെ ഉമ്മത്ത്, അതല്ലെങ്കിൽ എന്റെ ജനത ഈ ഖുർആനിനെ അവഗണിച്ച് തള്ളി. അവഗണിക്കപ്പെട്ട നിലക്കാണ് അവര്, തള്ളിക്കളയപ്പെട്ട നിലക്കാണ് അവര് ഖുർആനിനെ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിനെ അവഗണിക്കുക എന്നുള്ളത് ഏതെല്ലാം വിധത്തിൽ വരും? ഖുർആനിനോടുള്ള അവഗണന, ഖുർആനിനെ പുറന്തള്ളൽ, ഖുർആനിനെ തള്ളിക്കളയൽ ഏതെല്ലാം വിധത്തിൽ സംഭവിക്കും എന്നാണ് ഇനി ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇബ്നു കസീർ റഹിമഹുല്ലാ പറയാണ്, ഒന്ന്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് കേൾക്കുന്നിടത്ത് അത് ശ്രദ്ധയോടെ കേൾക്കാതിരിക്കാൻ വേണ്ടി അന്നത്തെ ജനങ്ങൾ മറ്റു സംസാരങ്ങളും ബഹളങ്ങളും വർദ്ധിപ്പിച്ചിരുന്നു. ഇത് ഖുർആനിനെ അവഗണിക്കൽ തന്നെയാണ്. അപ്പൊ നമുക്ക് സമാധാനം ഉണ്ടാവും. നമ്മൾ ഖുർആൻ ഓതുമ്പോ ഒക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ നമ്മൾ അവിടെ പോയിട്ട് ഒച്ചയും വിളിയും ബഹളമൊന്നും ഉണ്ടാക്കാറില്ല എന്നൊക്കെ നമ്മൾ സമാധാനിക്കുന്നുണ്ടോ? എന്നാ കേട്ടോളൂ, ഇത് മാത്രമാണോ ഖുർആനിനെ അവഗണിക്കൽ? അല്ല. കേട്ടോളൂ. അതേ, പരിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തെ പഠിക്കാതെ ഖുർആനിന്റെ ഉള്ളടക്കത്തിലുള്ള വിജ്ഞാനം, ആ ഇൽമിനെ ഒഴിവാക്കലും, വഹിഫ്ളിഹി, ആ ഖുർആൻ മനപ്പാഠമാക്കൽ, ഉപേക്ഷിക്കലും ഒക്കെയും ഈ ആയത്തിൽ പറഞ്ഞ മഹ്ജൂറ എന്ന് പറഞ്ഞ ഗണത്തിലാണ് പെടുക. കണ്ടോ? അപ്പൊ ഖുർആനിന്റെ ഇൽമ് ഒരാൾ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ അവനും ഈ ആയത്തിൽ പെടും. ഖുർആനിൽ നിന്ന് അല്പമെങ്കിലും ഹിഫ്ളാക്കാൻ മനസ്സില്ലാത്തവരും ഈ ആയത്തിന്റെ വരുതിയിൽ പെടും. അള്ളാന്റെ റസൂല് കൊടുത്ത പരാതിയിൽ അവരൊക്കെ പ്രതിയാകുന്ന പറയുന്നത്. തീർന്നില്ല, ഇനിയും കേട്ടോ. ആ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളെ കൃത്യമായി വിശ്വസിക്കുന്നതിനെ ഒരാൾ ഒഴിവാക്കുകയും ആ ഖുർആനിൽ പറഞ്ഞത് മുഴുവനും അംഗീകരിക്കുന്നത് ഒരാൾ ഒഴിവാക്കിയാലും അതും ഇതും പരിശുദ്ധ ഖുർആനിനെ അവഗണിക്കുന്നതിൽ തന്നെയാണ് പെടുന്നത്. തീർന്നില്ല, ഇനി നമ്മൾ ഗൗരവത്തോടെ കേട്ടോ. വതർക്കു തദബ്ബുരിഹി വതഫഹുമിഹി. വതർക്കു തദബ്ബുരിഹി, ഖുർആനിന്റെ ആയത്തുകൾ ചിന്തിക്കാതിരിക്കുക. വതഫഹുമിഹി, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാതിരിക്കുക. അപ്പൊ ഖുർആനിന്റെ അർത്ഥം പഠിക്കാതിരിക്കുക,
അതിൻ്റെ ആശയം പഠിക്കാതിരിക്കുക. എന്നിട്ട് അർത്ഥമോ ആശയമോ ഒക്കെ അറിഞ്ഞാലല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു വരി വായിച്ചിട്ട് ഒന്നും മനസ്സിലായില്ലെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കാനാ? നമുക്കൊരു വരി വായിച്ചു അല്ലെങ്കിൽ ഒരു പേജ് വായിച്ചു, നമുക്കൊന്നും മനസ്സിലായില്ല, പിന്നെ നമ്മൾ എന്താ ചിന്തിക്കുക? അപ്പൊ ചിന്ത ഉണരണമെങ്കിൽ നമ്മൾ വായിക്കുന്നതിൻ്റെ അർത്ഥം അറിയണം, ആശയം അറിയണം. അപ്പോഴേ അതിനെക്കുറിച്ച് ചിന്ത ഉണരുകയുള്ളൂ. ഈ അർത്ഥവും ആശയവും പഠിക്കാൻ നമുക്ക് മനസ്സില്ല. അത് പഠിപ്പിക്കുന്ന വേദികളിലേക്ക് നമ്മൾ എത്തുന്നില്ല. ഇനി ഫിസിക്കൽ വേദികൾ ഉണ്ടായിരുന്ന കാലത്ത് എത്തിയില്ല. അന്ന് നമ്മളൊക്കെ പല കാരണങ്ങൾ പറഞ്ഞു. ട്രാഫിക്കാണ്, ഡ്യൂട്ടിയാണ്, തിരക്കാണ്, ജോലി തിരക്കാണ്, പല വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇന്നിപ്പോൾ ഓഫ്ലൈൻ പോയി ഓൺലൈനിലാണ് പരിശുദ്ധ ഖുർആൻ പഠനം. അതിനു പോലും എത്ര പേരാ ഇന്ന് ഓൺലൈനിൽ കയറുന്നത്? എത്ര ആളാ അത് കേൾക്കുന്നത്? എന്തേ ട്രാഫിക് തടസ്സമുണ്ടോ? മറ്റുള്ള തടസ്സങ്ങളുണ്ടോ? ഡ്യൂട്ടി തടസ്സമുണ്ടോ? നമുക്ക് പറ്റുന്ന അവസരങ്ങളിൽ എപ്പോഴും ഓൺലൈനിൽ അത് കിടപ്പില്ലേ? നമുക്ക് കേൾക്കാമല്ലോ, നമുക്കത് ഡൗൺലോഡ് ചെയ്ത് കേൾക്കാമല്ലോ. എന്നിട്ട് എത്ര പേരിന്ന് ഖുർആനിന്റെ അർത്ഥം പഠിക്കുന്നുണ്ട്, ആശയം പഠിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്? ആലോചിക്ക്. ഇത് ഖുർആനിന്റെ അർത്ഥവും ആശയവും പഠിക്കുന്നതിൽ നിന്ന് പിറകോട്ട് പോയവർക്ക്, അതിലെ കാര്യങ്ങളെ കുറിച്ച് ചിന്തയില്ലാത്ത ആളുകൾക്ക് ഈ വചനത്തിൽ പറഞ്ഞ ആക്ഷേപത്തിന് അവരും പ്രതികളാണെന്നാണ് ഇബ്നു കസീർ റഹിമഹുല്ല ഇവിടെ വിശദീകരിക്കുന്നത്. നമ്മളതിൽ പെടുമോ ഇല്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും അവരവരെ കുറിച്ച് ആലോചിക്കുക. തീർന്നിട്ടില്ല. ഇബ്നു കസീർ റഹിമഹുല്ല തുടരുക തന്നെയാണ്. ഇനി എന്തൊക്കെ പെടുക? വതർക്കുൽ അമലി ബിഹി, ആ ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക. ഖുർആനിൽ ആയത്തൊക്കെ ഉണ്ട്. വംതിസാലി അവാമിരിഹി, അതിലെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കൽ. വജ്തിനാബി സവാജിരിഹി, അതിലെ വിരോധങ്ങൾ വെടിയാതെയും ജീവിക്കുന്നു. അതും ഏതിൽപ്പെടും? എന്റെ ജനത ഈ ഖുർആൻ അവഗണിച്ചു എന്നുള്ളതിൽ ഇതും പെടും. എന്താ പറഞ്ഞത്? അള്ളാഹിന്റെ ഖുർആനിൽ പറഞ്ഞ ആശയങ്ങള് നമ്മൾ ഓതുന്നുണ്ട്, അക്ഷരങ്ങൾ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ അമലൊന്നുമില്ല. അള്ളാഹ് പറയുന്നുണ്ട്, വലാ തഅ്കുലു റിബ, നിങ്ങൾ പലിശ തിന്നരുതേ. നമ്മളത് ഓതുന്നുണ്ട്, എന്നാലോ നമ്മൾ പലിശക്ക് കൊടുക്കുന്നുണ്ട്, പലിശ വാങ്ങുന്നുണ്ട്, പലിശ തിന്നുന്നുണ്ട്, തീറ്റിക്കുന്നുണ്ട്. അല്ലേ? സത്യവിശ്വാസികളെ, നിങ്ങൾ ഹറാമായ കാഴ്ചകളിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകൾ ചിമ്മണം എന്നർത്ഥമുള്ള ആ ആയത്ത് നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്. എന്നിട്ടോ അവിഹിതമായ പലതും നമ്മൾ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്, രസിക്കുന്നുണ്ട്. അപ്പൊ ആയത്ത് എവിടെ പോയി? പരിശുദ്ധ ഖുർആൻ പറയാണ്, അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത്. ആ ആയത്ത് ഓതുന്നുണ്ട്. എന്നിട്ടോ കാര്യസാധ്യത്തിന്, ആഗ്രഹ സഫലീകരണത്തിന് മറ്റു പലരെയും വിളിച്ച് തേടുന്നുണ്ട്. എത്രയെത്ര നിയമങ്ങളെ കാറ്റിൽ പറത്തി. വിശ്വാസ രംഗത്ത്, കർമ്മരംഗത്ത്, ആചാര രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, കുടുംബജീവിത രംഗത്ത്, ഇടപാടുകളുടെ രംഗത്ത്, ഇടപെടലുകളുടെ രംഗത്ത്, അയൽവാസി ബന്ധത്തിന്റെ മേഖലകളിൽ, 100 കൂട്ടം മേഖലകളിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ കേവലം ചുണ്ടുകൾ കൊണ്ട് പാരായണം ചെയ്യുന്നു. ആയത്തിൽ പറഞ്ഞ വിഷയം നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന് മാറ്റിവെക്കുകയും ചെയ്യുന്നു. എങ്കിൽ നമ്മളും ഈ പറയുന്ന അള്ളാഹുവിന്റെ റസൂല് കൊടുത്ത കേസിലെ പ്രതികളിൽ അംഗമാണ്. ഗൗരവത്തോടെ ഓർക്കണം. തുടരുക തന്നെയാണ് അദ്ദേഹം ഇനിയും. കേട്ടോ, വൽ അദൂലു അൻഹു ഇലാ ഗൈരിഹി, ഖുർആൻ അല്ലാത്തതിലേക്ക് ജനങ്ങൾ തെറ്റിപ്പോകലും ഇതിൽ തന്നെ പെടും. എന്തിലേക്കൊക്കെ? ഖുർആൻ അവിടെ ഉണ്ട്, ഖുർആൻ അവിടെ മാറ്റിവെച്ചിട്ടുണ്ട്. അതിന്റെ പഠനമോ അതിന്റെ പാരായണമോ അതിനെക്കുറിച്ചുള്ള ചിന്തക്കോ അല്ല സമയം കാണുന്നത്. പിന്നെയോ അവന്റെ സമയത്തെ അവൻ മാറ്റിക്കളയുന്നത് എന്തിനാണ്? മിൻ ശിഅരിൻ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, ശരിക്കും മനസ്സിലാക്കണം. ഖുർആനിനെ മാറ്റിവെച്ചിട്ട് പിന്നെ അവന്റെ സമയം അവൻ ചെലവഴിക്കുന്നത് എന്തിലേക്കാണ്? മിൻ ശിഅരിൻ, പാട്ട് കേൾക്കാൻ, കവിത കേൾക്കാൻ, ഔ ഖൗലിൻ, അല്ലെങ്കിൽ ഒരു കാര്യവുമില്ലാത്ത ചില വിവരക്കെട്ടവരുടെ വാർത്തകൾക്ക് കാതോർക്കാൻ, ഔ ഗിനായിൻ, അല്ലെങ്കിൽ മ്യൂസിക്കുകൾക്ക് കാതോർക്കാൻ, ഔ ലഹ്വിൻ, അല്ലെങ്കിൽ വിനോദങ്ങൾക്കും കളികൾക്കും കോമഡികൾക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കും, ഔ കലാമിൻ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും അനാവശ്യമായ സംസാരങ്ങൾക്കും,
ഔ തരീഖത്തിൻ മഅഖൂദത്തിൻ മിൻ ഗൈരിഹി, പരിശുദ്ധ ഖുർആനിന്റേതല്ലാത്ത മറ്റ് ചില തരീഖത്തുകളുടെ വാക്കുകളിലേക്കുമൊക്കെയാണ്, വഴികളിലേക്കുമൊക്കെയാണ് അവന്റെ സമയം അവൻ വിനിയോഗിക്കുന്നത്. ഖുർആൻ ഒരു ഭാഗത്ത് ചട്ടയിൽ പൊതിഞ്ഞോ പൊതിയാതെയോ നല്ലൊരു പ്രിന്റഡ് കോപ്പി അവന്റെ ഷെൽഫിലുണ്ട്, ഷോക്കേസിലുണ്ട്, ടേബിളിന്റെ പുറത്തുണ്ട്. പക്ഷെ അത് തൊടൂല. ടൈമില്ലാഞ്ഞിട്ടാണോ? ഉള്ള ടൈം മുഴുവനും അവൻ വിനോദത്തിലാണ്, കോമഡിയിലാണ്, കളിതമാശയിലാണ്, മ്യൂസിക്കിലാണ്, സംഗീതത്തിലാണ്, പാട്ടിലാണ്, സിനിമയിലാണ്, നാടകത്തിലാണ്, വാർത്താ ചാനലുകളോടൊപ്പമാണ്. അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സമയം കളയുന്നത്. അവനും ഏതിൽ പെടുന്നുണ്ട്? അള്ളാന്റെ റസൂല് കൊടുത്ത കേസിൽ അവനും പ്രതിയാണ്. എന്ത്? അള്ളാന്റെ റസൂൽ എന്താ കൊടുത്ത കേസ്? യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഖൗമി, എന്റെ ജനത, ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, അവർ ഈ ഖുർആനിനെ പുറന്തള്ളപ്പെട്ടതാക്കിയിട്ടാണ് കണ്ടത് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ കേസ് കൊടുക്കുന്നതിൽ അവരും പെടുന്നു. ഇത് പറഞ്ഞിട്ട് മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അവസാനിപ്പിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണെന്നറിയോ? ഫനസ്അലുല്ലാഹൽ കരീമൽ മന്നാനൽ ഖാദിർ അലാ മാ യശാ, അള്ളാഹുവിനോട്, ഉദാരനായ അള്ളാഹുവിനോട്, മന്നാനായ എല്ലാത്തിനും കഴിവുള്ള അള്ളാഹിനോട് നമുക്ക് യാചിക്കാം. എന്തിന്? അൻയുഖല്ലിസനാ മിമ്മാ യുസ്ഖിതുഹു, അള്ളാഹ്ക്ക് കോപമുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അവൻ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. വയസ്തഅമിലനാ ഫീമാ യുർദീഹി, അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മെ അവൻ നമ്മുടെ സമയം ചെലവഴിക്കാൻ തൗഫീക്ക് നൽകട്ടെ. എന്തിനൊക്കെ? മിൻ ഹിഫ്ളി കിതാബിഹി, അള്ളാഹിന്റെ കിതാബ് ഹിഫ്ളാക്കാനും, വഫഹ്മിഹി, അള്ളാഹിന്റെ കിതാബിന്റെ ആശയം മനസ്സിലാക്കാനും, വൽ ഖിയാമി ബിമുഖ്തലാഹു, ആ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനും, ആനാ അല്ലൈലി വഅത്റാഫൻ നഹാരി, രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ, അലൽ വജ്ഹിൽ ലദീ യുഹിബ്ബുഹു വയർ, അള്ളാഹ് തൃപ്തിപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മാർഗത്തിൽ അവൻ നമ്മെ ചേർത്ത് തരുമാറാകട്ടെ. ഇന്നഹു കരീമുൻ വഹാബ്, അള്ളാഹ് ഏറെ ഉദാരനാണ്, വളരെ ഔദാര്യവാനായ ഓശാരങ്ങൾ നമുക്ക് ധാരാളമായി നൽകുന്നവനാണ്. ആ റബ്ബിനോട് നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗൗരവതരമായ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തെ മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ കേട്ട ഓരോ വരികളും വളരെ ചിന്തനീയമാണ്. ഇതേ ആശയം മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹവും രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി എടുത്തു പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിനെ അവഗണിക്കുന്നതിന്റെ മാർഗങ്ങളായിക്കൊണ്ട് അവിടെ അദ്ദേഹം പറഞ്ഞ ഇതിൽ പെടാത്ത വേറെയും ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതെന്താ? വിശുദ്ധ ഖുർആൻ ചികിത്സയാണ്. വിശുദ്ധ ഖുർആൻ മാനസികമായും ഒരു വേള ചില ഘട്ടങ്ങളിൽ ശാരീരികമായ അസുഖങ്ങൾക്കുള്ള ഔഷധവും കൂടിയാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ നിന്ന് ശിഫ തേടുന്നതിന് പകരം ആളുകൾ ഖുർആനിനെ പറ്റെ അവഗണിച്ചുകൊണ്ട് അവരുടേതായ ചികിത്സകൾക്ക് വേണ്ടി പലപ്പോഴും അവർ മറ്റുള്ളവരെയാണ് തേടിപ്പോകുന്നത്. ഇസ്ലാം അനുവദിച്ചിട്ടുള്ള മന്ത്രങ്ങളെ മാറ്റി നിർത്തിയിട്ട് അവർ ശിർക്കൻ മന്ത്രങ്ങളെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കണിയാന്മാരെയും ജ്യോത്സ്യന്മാരെയും ഭാവി പ്രവചിക്കുന്ന പ്രവാചകരെന്ന് പറയുന്ന അത്തരത്തിലുള്ള ആളുകളെയും ഒക്കെയാ സമീപിക്കലും ഒക്കെ ഈ ഖുർആനോട് കാണിക്കുന്ന അവഗണനയാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ അവസ്ഥ ഇന്ന് നോക്കിയാൽ, മുസ്ലിമീങ്ങളുടെ അവസ്ഥ ഇന്ന് നോക്കിയാൽ അദ്ദേഹം പറയുകയാണ്, ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എടുത്തു നോക്കിയാൽ അല്ലാഹു തആല പറഞ്ഞതുപോലെയാണ്. എന്ത്? യഹൂദികളെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. എന്ത്? വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യളുന്നൂൻ. വിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിൽ യഹൂദികളെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്, അക്ഷരജ്ഞാനമില്ലാത്ത കുറെ ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് എഴുത്തും വായനയും അറിയില്ല. ലാ യഅലമൂനൽ കിതാബ്, അവരെ നന്നാക്കാൻ വേണ്ടി അല്ലാഹ് അവർക്ക് കൊടുത്തിട്ടുള്ള തൗറാത്താകുന്ന കിതാബിനെ കുറിച്ച് അവർക്കൊരു വിവരവുമില്ല. ഇല്ലാ അമാനിയ, കേവലം ചില വ്യാമോഹങ്ങൾ, ഊഹങ്ങളല്ലാതെ ഒരു വിവരമില്ല. വൈൻഹും ഇല്ലാ യളുന്നൂൻ,
ഊഹിച്ചു പറയാണ് അവര്. എന്തൊക്കെയോ ചില ഊഹങ്ങളുടെ പിന്നാലെയാണ് അവർ ജീവിക്കുന്നത് എന്ന് ആരെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു? തൗറാത്ത് നൽകപ്പെട്ടിട്ട് ആ തൗറാത്ത് വായിക്കുകയോ പഠിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത ആ കാലഘട്ടത്തിൽ ജീവിച്ച യഹൂദികളെ കുറിച്ച് അള്ളാഹു ആക്ഷേപിച്ച് പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെയും അവസ്ഥ അതാണോ? ചിന്തിക്കണം. പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട്. അത് വായിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും സംവിധാനങ്ങളേറെയുണ്ട്. പക്ഷേ നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല. അവിടേക്ക് എത്തുമ്പോ മാത്രം നമുക്കൊരു 100,000 ബിസിയാണ്. അതിന്റെ കാര്യം പറയുമ്പോ മാത്രം നമുക്കൊരു 6,000 തിരക്കാണ്. ആലോചിച്ചു നോക്കണം. താല്പര്യമില്ല. അങ്ങനെ വേദഗ്രന്ഥത്തെ കുറിച്ച് ഒരു ചുക്കുമറിയാതെ മരിച്ചു പോകുന്ന എത്രയോ ജനങ്ങൾ. എന്താ ഖുർആനെ കുറിച്ചുള്ള കേവലം അറിവ്? മരിച്ചോടത്ത് ഓതുന്നത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്ത് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കുന്നതോ ചൊല്ലുന്നതോ കേട്ടിട്ടുണ്ട് എന്നതിലപ്പുറം ഈ ഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞതെന്ന് അത് തെറ്റുകൂടാതെ പാരായണം ചെയ്യാനോ അതിൽ നിന്ന് അല്പമെങ്കിലും മനഃപ്പാഠമാക്കാനോ അതിന്റെ അർത്ഥം ഗ്രഹിക്കാനോ ആശയം പഠിക്കുവാനോ അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ചിന്തിച്ച് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനോ തയ്യാറാവാത്ത ഒരു ജനത, അവരും യഹൂദികളുടെ അതേ പാതയിൽ തന്നെയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കുക. അള്ളാന്റെ റസൂല് കൊടുക്കുന്ന ഈ പരാതിയിൽ നമ്മളൊക്കെ കൂട്ടുപ്രതികളായി പോകാതിരിക്കാൻ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കുക. എന്ത്? ഖുർആനിനോട് നമ്മൾ നീതി പാലിക്കണം. ഈ കേസ് കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകരുത്. അതിൽ നമ്മൾ പ്രതികളാവരുത്. അതിനെന്ത് വേണം? നേരത്തെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായി ചിന്തിച്ച് പരിശുദ്ധ ഖുർആനുമായിട്ട് നമ്മൾ ബന്ധപ്പെടണം. അതാണ് സഹോദരങ്ങളെ എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ വെച്ച് തന്നെ റബ്ബിനോട് കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ആളുകൾ വിരല് കടിക്കുന്നു. കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞില്ലേ, അക്രമി വിരല് കടിച്ചിട്ട് രക്ഷയില്ലാതെ വിലപിക്കുന്ന ഘട്ടത്തിൽ അവിടെയും അള്ളാന്റെ റസൂൽ ആവർത്തിക്കുന്നത് പറയും, അതാണ് പറ്റിപ്പോയത്. ഇവർക്കൊക്കെ എല്ലാവർക്കും പറ്റിയത് അതാണ്. ഈ ഖുർആനിനെ അവർ അവഗണനയുടെ അഗണ്യ കോടിയിലേക്ക് വലിച്ചെറിഞ്ഞു, തള്ളിക്കളഞ്ഞു. സഹോദര സഹോദരി, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ച് മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ചിന്തിക്ക്. അള്ളാഹുവിന്റെ കലാമുമായിട്ടൊന്ന് ആത്മാർത്ഥമായിട്ട് ഇടപെടാൻ നമുക്ക് ഇന്നേ വരെ സാധിച്ചിട്ടുണ്ടോ? നമുക്കെന്താണ് നമ്മുടെ ഖുർആനുമായിട്ടുള്ള ബന്ധമെന്ന് ഗൗരവത്തോടെ നമ്മളൊന്ന് ആലോചിക്കണം. അങ്ങനെ ആലോചിക്കാൻ സമയം കണ്ടെത്തണം. എന്തിന്? പോരായ്മകൾ ഉണ്ടെങ്കിൽ നികത്തുവാനും പരിഹരിക്കുവാനും. നന്മയുടെ മാർഗത്തിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ ആ നന്മയെ പരിപോഷിപ്പിക്കുവാനും അത് നിലനിർത്തി കിട്ടുവാൻ ആത്മാർത്ഥമായി റബ്ബിനോട് തേടുവാനും നമ്മുടെ സമയത്തെ നമ്മൾ വിനിയോഗിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ട് സത്യത്തെ സത്യമായി മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആനിന്റെ പാരായണവും പഠനവും നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. ആവർത്തിക്കുന്നു പ്രിയമുള്ളവരെ, ഓഫ്ലൈനിനെ പോലെയല്ല ഓൺലൈൻ കാലഘട്ടത്തിൽ, ഈ കോവിഡ് കാലഘട്ടത്തിലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു അവസരത്തെയും തനിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുവാനുള്ള ഒരു കഴിവ് വിശ്വാസിക്കുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തെ വിശുദ്ധ ഖുർആനിനെ മുമ്പുള്ളതിനേക്കാൾ നന്നായി പഠിക്കുവാനുള്ള ധാരാളം അവസരങ്ങളാണ് നമുക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകളിലൂടെ ലഭിക്കുന്നത്. ഇതിന്റെ നേരെ പുറംതിരിഞ്ഞ് വേണമെങ്കിൽ ഒന്ന് കയറി നോക്കി കുറച്ചു നേരം കണ്ട് പിന്നെ ബാറ് വലിച്ചു നീട്ടി പെട്ടെന്നൊരു മണിക്കൂർ താൻ കഴിയാൻ കേൾക്കാനുള്ള ക്ഷമയില്ല. അതുകൊണ്ട് ആരാപ്പത് ഒരു മണിക്കൂറൊക്കെ കേൾക്കാവിടെ, ആർക്കാപ്പവിടെ ഒഴിവ്, ആർക്കാവിടെ സമയം എന്നൊക്കെ പറഞ്ഞ് എന്തിനെയാണ് നമ്മൾ തള്ളിക്കളയുന്നത് പരിശുദ്ധ ഖുർആനിനെ? അല്ലേ? നമുക്ക് താല്പര്യമുള്ള കോമിക്കുകളും കോമഡികളും കഥകളും വാർത്തകളും മറ്റുള്ള രാഷ്ട്രീയ സംസാരങ്ങളും എല്ലാം കേൾക്കുവാനും കാണുവാനും അതിനുവേണ്ടി സമയം ചെലവഴിക്കുവാനുമൊക്കെ നമ്മുടെ മുമ്പിൽ മണിക്കൂറുകളുണ്ട്. അവിടെ നമുക്ക് ഈ സമയമില്ലായ്മയുടെ പരാതിയൊന്നും കേൾക്കാനോ കാണാനോ കഴിയുന്നില്ല. നരകം കാത്തിരിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. ഗൗരവത്തോടെ ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വേണ്ട പരിഹാരം നമ്മൾ ചെയ്യുക. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകും, തീർച്ചയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരറിയാൻ, അറിഞ്ഞ നേരനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിനോട് കൂറുപാലിക്കുന്ന നല്ലവരിൽ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ചേർത്ത് തരുമാറാകട്ടെ. പരലോകത്ത് അമ്പിയാക്കളുടെ ചാരത്തണയാൻ
സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്ന വസായിറ ബിലാദിൽ ആലമീൻ. റബ്ബന ഇഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.